ശ്രീ ശ്യാംരാജ്, ഇവിടെ ഒരു വിദ്യാർത്ഥിയുടെ മരണമാണ് നടന്നിരിക്കുന്നത്. ആ കുടുംബം പറയുന്നത് പോലെ എല്ലാവരും ചേർന്ന് കൊലയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞാണ് അവർ കരയുന്നതും. ആ കുടുംബത്തിന്റെ നഷ്ടം നികത്താൻ ഇന്ന് ആർക്കും സാധ്യമാകുന്ന കാര്യമല്ല. തുടർന്ന് ഒരു കുടുംബത്തിന് പോലും ഇങ്ങനെ ഉണ്ടാകരുതേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഓരോരുത്തരും കഴിയുന്നത്. അതിന് വേണ്ടുന്ന നടപടികൾ ഉണ്ടാകണേ എന്നാണ് ഭരണ സംവിധാനങ്ങളോട് യാചിക്കുന്നത്. പക്ഷേ ഒരു മാറ്റവും കാണുന്നില്ലല്ലോ ഇത്തരം സംവിധാനങ്ങൾക്ക്. രോഹിണി, എനിക്ക് ഇവിടെ ഈ LDFിന്റെ പ്രതിനിധി ശ്രീ സതീഷ് വാസന്ത് അദ്ദേഹത്തിന്റെ വാദങ്ങൾ കേട്ടപ്പോൾ വളരെ കൗതുകം തോന്നി. വളരെ ദയനീയം എന്ന് മാത്രമാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം ഇത്തരത്തിലൊരു ചർച്ചയിൽ ഇരുന്നിട്ട് ഇത്തരത്തിലുള്ള ഒരു യുക്തിക്ക് നിരക്കാത്ത വളരെ ബാലിശമായിട്ടുള്ള യാതൊരു വിധത്തിലും ഇതിനകത്തെ ഈ ആക്രമിക്കപ്പെട്ടവരോട് നീതി പുലർത്താത്ത രീതിയിലുള്ള ഒരു വാദം താങ്കൾ ദയവേദിട്ട് ഉന്നയിക്കരുത്. താങ്കൾ ഉന്നയിക്കാൻ വേണ്ടിയിട്ട് പാടില്ല, ശരിയല്ല. നോക്കൂ, അദ്ദേഹം പറയുന്നത് കൊന്ന അധ്യാപകനല്ല പ്രശ്നക്കാരൻ, ഇവിടെ മരിച്ച നിതിനാണ് പ്രശ്നക്കാരൻ എന്ന് പറയുന്നത്. നിതിൻ എന്തുകൊണ്ട് പരാതി കൊടുത്തില്ലെന്നാ പറയുന്നത്, അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരെ എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല എന്നൊക്കെയാണ്. നിങ്ങൾ മിണ്ടാതിരിക്കുന്നേ, നിങ്ങൾ മിണ്ടിയില്ലല്ലോ. ഞാൻ മിണ്ടായിരുന്നു, കേട്ടില്ലേ? എന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ഒന്ന് റിവൈൻഡ് ചെയ്ത് താങ്കളൊന്ന് കേട്ട് നോക്ക്. താങ്കൾ പറയുന്നത് എന്താണ്? ആ ചെറുപ്പക്കാർക്ക് പരാതി കൊടുത്തുകൂടായിരുന്നു. ഞാൻ പ്രൊഫഷണൽ കോളേജിൽ പഠിച്ച ആളാണ്, എനിക്കറിയാം അവിടുത്തെ അധ്യാപകർ എന്താ ചെയ്യുന്നതെന്ന്. സസ്പെൻഷൻ മേടിച്ചിട്ടുള്ള ആളാണ്, അധ്യാപകരുടെ കയ്യിൽ നിന്ന് ഇത്തരത്തിലുള്ള ധാരാളമായിട്ടുള്ള സൈലൻസ് ചെയ്യപ്പെട്ടുള്ള ആളാണ്. ഇതൊക്കെ എനിക്കറിയാം എന്താ സംഭവിച്ചിട്ടുള്ളത്. എന്നിട്ട് ഞങ്ങൾ തലയുയർത്തി നിന്നിട്ടുള്ളത് വേറെ കാര്യം. എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റണമെന്നില്ല. അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റാത്ത കുട്ടികളെല്ലാം മോശക്കാരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. പിന്നെ ഈ നാട്ടിലെ സിസ്റ്റം എന്തിനാ? നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വന്നിട്ടുള്ള തൃശ്ശൂർ കേരളവർമ്മ കോളേജിലെ അധ്യാപിക എവിടെയാ? ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ അവരുടെ? ഒരു അധ്യാപികയല്ലേ അതും. തൃശ്ശൂർ കേരളവർമ്മ പോലെ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പസിലെ എന്താ നിലപാടെടുത്തത്? കേരളത്തിൽ എത്ര ക്യാമ്പസുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? സിദ്ധാർത്ഥിന്റെ മരണം എന്തായിരുന്നു? സിദ്ധാർത്ഥിനെ കൊലയ്ക്ക് കൊടുക്കുക ആരാ? ആൾക്കൂട്ട വിചാരണ ചെയ്ത ആറ് സിദ്ധാർത്ഥിനെ? SFIയുടെ നേതാക്കന്മാരാ ക്യാമ്പസിലെ. ആ കൊല ചെയ്തിട്ടുള്ള നേതാക്കന്മാർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്താരാ? ഇടതുപക്ഷത്തിന്റെ അധ്യാപക സംഘടനകളാ അതിനകത്ത് പെട്ടിട്ടുള്ള ആളുകൾ, ഡീൻ അടക്കമുള്ള ആളുകൾ. എന്താ ചെയ്തിട്ടുള്ളത്? അപ്പൊ ഇതൊന്നും ഇല്ലാതെ കൊല്ലപ്പെട്ടവരെ കുറിച്ചിട്ട് പറയാതെ കൊല്ലപ്പെട്ടവർക്ക് നീതി വാങ്ങിക്കുന്നതിന് പകരം ഈ അവര് പരാതി കൊടുത്തില്ല എന്ന് പറയുന്നത് എന്ത് ന്യായമുള്ളത്? അവർക്ക് പറ്റില്ല എന്ന്. ഈ നിതിനെ സംബന്ധിച്ചിടത്തോളം അവർ എത്രമാത്രം വേദനിച്ചിട്ടാണ് മരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ളത്. അപ്പൊ ആ വേദന മനസ്സിലാകുന്നതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഇനിയൊരു നിതിൻ ഉണ്ടാവരുത് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല എന്ന് പറഞ്ഞ് എന്ത് മര്യാദയുടെ ചോദ്യം അത്? അങ്ങനെ ചോദിക്കാൻ വേണ്ടിട്ട് പാടുണ്ടോ? ഈ സർക്കാരിന്റെ പണി എന്താണെന്ന് പിന്നെ പരാതി കൊടുത്താൽ മാത്രമേ അന്വേഷിക്കത്തുള്ളൂ. ഇതിപ്പോ കേരളത്തിലെ ക്യാമ്പസുകളിൽ എത്രത്തോളം വിഷയമായി? കേരളത്തിലെ ക്യാമ്പസുകളിൽ എത്രത്തോളം വിഷയം? സിദ്ധാർത്ഥിന്റെ മരണം നടന്നു കഴിഞ്ഞിട്ട് കേരളത്തിലെ സർക്കാർ എന്ത് നടപടിയെ സ്വീകരിച്ചുള്ള റാങ്കിങ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്? അല്ല, പ്രൊഫഷണൽ കോളേജുകളിലെ വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള അധ്യാപകരിൽ നിന്ന് സീനിയേഴ്സിൽ നിന്നുണ്ടാകുന്ന മാനസികമായിട്ടുള്ള പീഡനങ്ങൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഒന്നും സ്വീകരിച്ചിട്ടില്ലോ. എന്നിട്ട് പിള്ളേർ പരാതി പറയണം അങ്ങോട്ട് പറയുന്നിട്ട് എന്തിനായി? കൊന്നവനെ കുറിച്ച് നിങ്ങൾക്ക് ഇതിനകത്തൊരു കൺസേണും ഇല്ലല്ലോ. ഈ കൊന്നവനെ പോലെയുള്ള റാമിനെ പോലുള്ള അധ്യാപകരുണ്ട്, അയാളെ പോലുള്ള ആൾക്കാരെ പുറത്താക്കാൻ വേണ്ടി ഞങ്ങളുടെ സർക്കാർ നിലപാടെടുക്കും എന്ന് പറയാൻ വേണ്ടി പറ്റാത്ത എന്താ? അല്ലെങ്കിൽ റാമിനെ പോലുള്ള അധ്യാപകരെ പുറത്താക്കാൻ വേണ്ടിയുള്ള നിലപാടുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്, ഇന്ന കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റാത്ത എന്താ? എന്നിട്ട് പാവം പിടിച്ച ഒന്ന് തിരിച്ചു പറയാൻ വേണ്ടിട്ട് പോലും പറ്റാത്ത ഇന്റേണൽ മാർക്കിന്റെ പേരിലും YBയുടെ പേരിലെല്ലാം ഇത്തരത്തിലുള്ള ചൂഷണത്തിന് ഇടവരുന്ന ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ പിടിച്ചിട്ട് കുറ്റക്കാരാക്കുക. എന്ത് നടപടിയാണുള്ളത്? ഇനി മരിച്ചത് മധുവിന്റെ കാര്യത്തിലാണ് അടുത്ത വിചിത്രമായിട്ട് ന്യായം കൊണ്ടുവന്നത്. മധുവിന്റെ സഹോദരിക്ക് ജോലി കൊടുത്തു പോലും. എന്റെ സാറ്, ഈ സർക്കാരുള്ള എന്തിനാണെന്നറിയോ? സർക്കാരുള്ളത് മധു മരിച്ചു കഴിയുമ്പോ, വിശ്വനാഥൻ മരിച്ചു കഴിയുമ്പോ, രാജേഷ് മാഞ്ചി മരിച്ചു കഴിയുമ്പോ, സിദ്ധാർത്ഥൻ മരിച്ചു കഴിയുമ്പോ, നിതിൻ രാജ് മരിച്ചു കഴിയുമ്പോ അവർക്ക് വീട് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. അത് നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. സർക്കാരുള്ളത് മരിച്ചതിന് ശേഷം മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് വീട് കൊടുക്കാനും പണം കൊടുക്കാനും വേണ്ടിയിട്ടല്ല. സർക്കാരുള്ളത് അവർ മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. മധു മരിക്കപ്പെടാൻ വേണ്ടിയിട്ട് പാടില്ലായിരുന്നു. മധു കൊല്ലപ്പെടാൻ വേണ്ടി പാടില്ലായിരുന്നു. മധു എത്ര സമയം എടുത്ത് കൊല്ലപ്പെടാൻ വേണ്ടിയിട്ട് ഒന്ന് ഞങ്ങൾ ആലോചിച്ച്. കേരളത്തില് ആദിവാസി ദളിത് പക്ഷമൊക്കെ പറയുന്ന കേരളത്തിൽ മധു കൊല്ലപ്പെട്ടത് എങ്ങനെയാ? എത്ര മണിക്കൂറുകൾ എടുത്തു? ഉൾക്കാട്ടിൽ അവൻ താമസിക്കുന്ന ഗുഹയിൽപ്പെട്ടവരെ പിടിച്ചുകൊണ്ട് വന്നു, അവന്റെ ഇരുകൈകളെ പിന്നിൽ കെട്ടി അവനെ ഘോഷയാത്രയായിട്ട് ആ നാട് മൊത്തം നടത്തി, എന്നിട്ട് ജീപ്പിൽ കയറ്റി എത്ര സമയം എടുത്തു? എത്ര മണിക്കൂറുകൾ എടുത്തു? ആ സമയത്ത് എപ്പോഴെങ്കിലും കേരളത്തിൽ പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലെ പോലീസിന് ആക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്ന മധു മരിക്കുമായിരുന്നോ? മണിക്കൂറുകളോളം ഈ എലീനെ കൊല്ലുന്ന പൂച്ചയുടെ ഒരു മനോഭാവമുണ്ട്. തട്ടിക്കളിക്കും. പൂച്ച വെറുതെ എലീനെ കൊല്ലില്ല. അങ്ങനെ എലീനെ കൊല്ലുന്ന പൂച്ചയെ പോലെ ആ നാട്ടിലെ നിങ്ങളുടെ നേതാക്കന്മാരടക്കം, നിങ്ങൾ ബ്രാഞ്ച് സെക്രട്ടറി ആക്കിയ ഷംസുദ്ദീൻ അടക്കമുള്ള ആളുകള് ഈ മധുവിനെ തട്ടിക്കളിച്ചു. അങ്ങനെ അവനെ അതിദയനീയമായിട്ട് കൊന്നു. എന്ത് നടപടി എടുത്തിട്ടുള്ളത്? എന്നിട്ട് ചേച്ചിക്ക്, സഹോദരിക്ക് ജോലി കൊടുക്കുന്നു. എന്ത് കാര്യമുള്ളത്? ഒന്ന് കളഞ്ഞിട്ട് ജോലി കൊടുക്കുന്നു പറയുന്നത് കാര്യമുള്ളത്? ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിതിൻ രാജിന്റെ കുടുംബത്തിന് വീട് കൊടുക്കാൻ വേണ്ടി പോകുന്നത് എന്ത് കാര്യമുള്ളത്?
നിങ്ങൾ കാര്യമില്ല എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിന് വീട് കിട്ടും എന്നുള്ളത് വലിയൊരു അത്താണ് തന്നെയാണ്. പക്ഷെ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? ഈ റാം എവിടെയാ? നിതിന്റെ കൊലയ്ക്ക് കാരണമായിട്ടുള്ള റാം എന്ന് പറയുന്ന അധ്യാപകൻ എവിടെയാ? നിതിൻ കൊല ചെയ്യപ്പെട്ട ക്യാമ്പസിന്റെ ഓണർ എവിടെയാ? നാളിതുവരെയായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? നാളിതുവരെയായിട്ടൊരു കേസ് കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ടോ? ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ട് 5 ലക്ഷം രൂപയുടെ വീട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പാവങ്ങളെ കബളിപ്പിക്കുന്നതിന്, ചൂഷണം ചെയ്യുന്നതിന് ഒരു പരിധിയൊക്കെ വേണ്ട രോഹിണി? ഒന്നാലോചിക്കൂ. ഞാൻ ഏറ്റവും കൂടുതൽ ചൂഷണം എന്നുള്ള വാക്ക് കേട്ടിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകാരുടെ നേതാക്കന്മാർ പ്രയോഗിക്കുമ്പോൾ. പക്ഷേ ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് ഏറ്റവും വലിയ ദളിത് ചൂഷണം നടത്തുന്ന പ്രസ്ഥാനത്തിന്റെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ്. നിതിൻ രാജിന്റെ ജീവൻ സംരക്ഷിക്കാതെ നിതിനെ കൊന്ന റാം എന്ന് പറയുന്ന, ഞാൻ അയാൾ അധ്യാപകൻ എന്ന് വിളിക്കുന്നില്ല, ആ നീചനെ അറസ്റ്റ് ചെയ്യാതെ, കേസിൽ യാതൊരു നീക്കുപോക്കുമില്ലാതെ, നിതിൻ രാജ് കൊല്ലപ്പെട്ട അന്ന് തന്നെ ഏതൊക്കെയോ ലോൺ ആപ്പിന്റെ കഥകൾ മെനഞ്ഞു വന്ന സർക്കാർ അവരിപ്പോ 5 ലക്ഷത്തിന്റെ വീട് കൊടുക്കാൻ വേണ്ടി പോവുക. ചൂഷണമാണ് ചൂഷണം. ഇവിടെ നിതിന് വേണ്ടതല്ല, നിതിന്റെ കുടുംബത്തിന് വേണ്ടതല്ല, നീതിയാണ് വേണ്ടത്. ആ നീതി ചെയ്യട്ടെ. എന്നിട്ട് അതിന് പകരം അതല്ല, കഴിഞ്ഞില്ല, അതല്ലാതെ ഈ കുട്ടികൾ പരാതി കൊടുക്കാത്തത് മോശമായി പോയി എന്നൊക്കെ പറയുന്നത് വളരെ മോശമാണ്. ഇത്തരത്തിലുള്ള വാദങ്ങളൊന്നും ദയവ് ചെയ്തിട്ട് ഒരു ചാനൽ ചർച്ചയിൽ നിന്നല്ല, സ്വകാര്യ സംഭാഷണത്തിൽ പോലും ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ലാത്തതാണ്. ഇവിടെ ആക്ഷൻ എടുക്കട്ടെ, ആക്ഷൻ വരട്ടെ. എത്ര എണ്ണിയ തീരാത്ത കൊലപാതകങ്ങളായില്ലേ ഈ നാട്ടില്? ക്യാമ്പസുകൾ കൊലപാതകങ്ങൾ എടുത്തു, ദളിത് വിഭാഗങ്ങളുള്ള കൊലപാതകങ്ങൾ എടുത്തു. എല്ലാത്തിനും സർക്കാരിന് നിലപാടെന്താ? ഞാൻ വീണ്ടും പറയുന്നു, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എവിടെയാ? ഒരക്ഷരം പറയണ്ടേ അവര്? ഇല്ല, ഞങ്ങൾ ഇന്ന നടപടി എടുക്കും. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താൻ വേണ്ടി, ഇവിടെ ജിഷ്ണു പ്രണോയുടെ കൊലപാതകം നടക്കുമ്പോൾ ഞാനാണ് ABVP ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് ക്യാമ്പസുകൾ മുഴുവൻ ഞങ്ങൾ യാത്ര ചെയ്തു. ധാരാളമായിട്ടുള്ള പരാതികൾ ഞങ്ങൾക്ക് കിട്ടി. പലയിടത്തും ഇത്തരത്തിലുള്ള ധാർഷ്ടികരായിട്ടുള്ള സെൽഫ് ഫിനാൻസിങ് ക്യാമ്പസുകളുടെ കോട്ടകുത്തലങ്ങൾ ഞങ്ങൾ പൊളിച്ചു കളഞ്ഞു. അന്ന് ഞങ്ങൾ ജസ്റ്റിസ് ശ്രീദേവിയെ വെച്ചിട്ട് ഒരു സ്വതന്ത്ര അന്വേഷണ കമ്മീഷൻ ഉണ്ടാക്കി. ആ അന്വേഷണ കമ്മീഷൻ മുമ്പിൽ വന്നിട്ടുള്ള പരാതികൾ എന്തൊക്കെയാണെന്നറിയോ? ആ പരാതികൾ പോലീസിന് പലതും സമർപ്പിച്ചു. പോലീസ് നടപടിയെടുത്തില്ല. ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഇത്രയൊക്കെ ചെയ്യാമെന്നിരിക്കെ ഈ നാട് ഭരിക്കുന്ന, സംസ്ഥാനം ഭരിക്കുന്ന ആ വകുപ്പ് കയ്യിലുള്ള, ആ പോലീസ് കയ്യിലുള്ള സർക്കാരിന് എന്തൊക്കെ ചെയ്യായിരുന്നു? ഈ ബിന്ദുവിന് പറയാൻ വേണ്ടി പറ്റിയ ഒരു അന്വേഷണ കമ്മീഷൻ ഞങ്ങൾ ക്യാമ്പസുകളിൽ മൊത്തം വെക്കുന്നു.